സർവശക്തനാകുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസാധ്യതകളെയും സർവശക്തനായ ദൈവം അതിനെ നീക്കിക്കളയും, അതിനെ മാറ്റിക്കളയും. ഹാലലൂയ. ചേക്കൊടിയായി കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ സ്തോത്രം. ഹാലലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം നമ്മെ വഹിക്കും. കർത്താവ് പകൽക്കാലം പിന്നെയും നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിച്ചിട്ട് പകൽക്കാലം കർത്താവ് തന്നിരിക്കുന്ന ഒരു ചിന്ത നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കർത്താവ് അത്തിവൃക്ഷത്തെ ശപിക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഹാലലൂയ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. പിറ്റന്നാൾ അവർ ബേഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ട് അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അതൊരു അത്തിപ്പഴത്തിന്റെ കാലമല്ലാതെ. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലരും ഈ വചനത്തെ ആസ്പദമാക്കി പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്നലെ ഇന്ന് എന്റെ കർത്താവെ വചനം പറയണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു വ്യക്തിയുള്ള ബന്ധത്തിൽ കർത്താവ് എന്നെ ഇങ്ങനെ ഈ ഒരു ആലോചന എന്നെ അറിയിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ ഈ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതായിട്ടാണ് കാണുന്നത്. കർത്താവ് വളരെ വിശന്നിട്ടാണ് ആ വഴി വരുന്നത്. നമുക്ക് അവിടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വളരെ പ്രതീക്ഷയോടെയാ വന്നത് അത്തിവൃക്ഷത്തിന്റെ അടുത്ത്. സ്തോത്രം. അപ്പൊ അത് കാരണം അതിന് ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ നിറയെ ഇലകളുള്ള ഒരു വൃക്ഷമാണ്. ഫലമുണ്ടെന്ന് തന്നെ തോന്നും. സ്തോത്രം. പക്ഷെ അടുത്ത് വന്നപ്പോഴാ കാണുന്നത് അതില് ഫലമൊന്നുമില്ലായ. സ്തോത്രം. അപ്പോ അതിനടുത്തെത്തിയപ്പോൾ ഒന്നും കിട്ടാതെ വന്നപ്പോൾ കർത്താവ് വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട് വൃക്ഷത്തെ ശപിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇറ്റ് വാസ് നോട്ട് എ സീസൺ ഫോർ ഫിക്സ്, അതായത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലാതിരുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്ത വരാം, അതിന് കാലമല്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ കർത്താവ് അതിനെ ശപിച്ചത്? അപ്പൊ കർത്താവ് ചെയ്ത നീതിയാണോ എന്നൊക്കെ നമുക്ക് ചിന്ത വരും, അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത്, അവിടെ ശിഷ്യന്മാര് ചില കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നീടുള്ള അധ്യായങ്ങളോട് കടന്നു വരുമ്പോൾ വീണ്ടും അവർ അതിലെ വന്നപ്പോൾ ശിഷ്യന്മാര് കണ്ട്, കർത്താവ് അത് പറഞ്ഞിട്ടങ്ങ് പോയി. പക്ഷെ ശിഷ്യന്മാര് കണ്ണാലെ കണ്ടു. കർത്താവ് പറഞ്ഞ മാത്രമേ തന്നെ ആ അത്തിവൃക്ഷം അവിടെ ഉണങ്ങിപ്പോയിരിക്കുന്നു കാണാനിടയായി. അപ്പൊ അവരിങ്ങനെ ചോദിച്ചു, കർത്താവെ, കഴിഞ്ഞ ദിവസം അങ്ങ് ശപിച്ച അത്തിനെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വാസമുള്ളവരായത്, ഹാവ് ഫെയ്ത്ത് ഓഫ് ലോർഡ്, ദൈവത്തിന്റെ വിശ്വാസമുള്ളവർ. അപ്പൊ ദൈവം പല കാര്യങ്ങളെ കർത്താവ് ഇതിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളിൽ എപ്പോഴും ഫലങ്ങളെ നോക്കുന്ന ദൈവമാണ്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഹല്ലേലൂയ, ഇതിപ്പോ എന്റെ ടൈം അല്ല, സ്തോത്രം, ഇപ്പൊ എനിക്ക് ഫലം കഴിക്കാനുള്ള സമയമല്ല, ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ, കർത്താവേ, എന്റെ ടൈം ആയിട്ടില്ല, ഞാൻ ആ സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തോളാം, ഫലം കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആയിക്കോളാം, സ്പിരിച്വലി അല്ലെങ്കിൽ ആത്മീയമായിട്ട് എനിക്ക് ഇപ്പോ കാര്യങ്ങളൊന്നും അത്ര ഓക്കെ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമല്ല കർത്താവേ, എന്നാൽ എനിക്ക് സാഹചര്യം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്നത്, നമ്മുടെ സാഹചര്യങ്ങളെ പ്രതി നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ഞാൻ പല വ്യക്തികളെ കണ്ടിട്ടുണ്ട്, സീസൺ അനുസരിച്ച് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ, അല്ലെ? അതായത് അവർക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ അടുത്തോട്ട് ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ചു വരും. ഈ അത്തിവൃക്ഷം പോലെയാണ്. ഹല്ലേലൂയ. ഈ അത്തിവൃക്ഷം ശരിക്കും ഒരു ഡിസിസീവ് ആയിട്ട്, അത് ചതിക്കുന്ന ഒരു വൃക്ഷമായിട്ടാണ് അവിടെ കാണുന്നത്. പുറമേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നിറയെ ഇല. അപ്പൊ ഇല കാണുമ്പോൾ എന്ത് വിചാരിക്കും, ഓ, ഇഷ്ടം പോലെ ഫലമുണ്ട്. ഇതുപോലെ ചില വ്യക്തികളുണ്ട്. സ്തോത്രം. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഒക്കെ ആയിരിക്കും നമ്മൾ അവരോട് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ. സ്തോത്രം. ഈ അത്തിവൃക്ഷം പോലെ നമ്മൾ വിചാരിക്കും എല്ലാം ഫൈനാണ്, നല്ല വ്യക്തിയാ, അല്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങനെ വളരെ അവര് നിൽക്കുന്ന പോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ അവിടെ നിൽക്കും. പക്ഷെ ഹല്ലേലൂയ, അവരുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, അല്ല ദൈവമക്കളെ? സ്തോത്രം. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു സീസണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ തുടരാനല്ല, ലിറ്ററലി അങ്ങനെ അല്ലേ പോലും. സ്തോത്രം. ആത്മീയമായിട്ട് ഒരു സ്പിരിച്വൽ ഫ്രൂട്ട്ഫുൾനെസ് ആണ് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള പ്രാക്ടിക്കൽ ലൈഫിലും ഇങ്ങനെയുള്ള വ്യക്തികളെ നാം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് എടുത്തു നോക്കിക്കേ. അങ്ങനെയൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ അടുത്ത് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്തോത്രം. ഹാലേലൂയ. നമുക്ക് അവരെ തിരുത്താൻ പറ്റത്തില്ല, പക്ഷെ അവരെ പോലെ ആകാതിരിക്കാൻ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും അല്ലെ? സ്തോത്രം. ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുകയും നമ്മള് എന്താ പറയാ, സ്തോത്രം, ഹാലേലൂയ, മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ആവശ്യം കഴിയുമ്പോൾ ഇവരെ മൈൻഡ് ചെയ്യത്തില്ല. സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം. ഞാനിത് പറയുമ്പോൾ നിങ്ങളെ ഈ പകൽക്കാലം കർത്താവ് എനിക്ക് തന്ന ഒരൊറ്റ ചിന്ത ഞാൻ പറയാം. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുമായിട്ട് ഏതെങ്കിലുമൊക്കെ മുറിവേറ്റ് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലുള്ള ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഭാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പകൽക്കാലം അതിൽ നിന്ന് പുറത്തു വരാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. സ്തോത്രം. കാരണം അവരെയും നമ്മളൊക്കെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നൊരു തിരിച്ചറിവ് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ വേണം. സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മെ ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം, ഇല മാത്രമുള്ള ഒരു അത്യായിട്ടല്ല കർത്താവ് നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഫലം കായ്ക്കുന്ന സാഹചര്യം പ്രതികൂലമാണെങ്കിലും സ്തോത്രം, സ്പിരിച്വലി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ സ്തോത്രം കായ്ക്കുന്നവരായിട്ട് മാറുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. മറ്റുള്ളവരെ കർത്താവിന്റെ വിശപ്പ് മാറ്റുവാനായിട്ട് ആ അത്യക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങള് അതെന്ത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതൊരു പക്ഷെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകുന്ന ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ സ്തോത്രം നമ്മളൊരു നോട്ടമായിരിക്കാം. സ്തോത്രം. അത്തവൃക്ഷം തണലേകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വൃക്ഷം തണലേകുന്ന ഒരു പക്ഷെ ഒരു തണലായിരിക്കാം. എന്ത് തന്നെ ആയാലും ഈ പകൽക്കാലം നമ്മളിലുള്ള സാധ്യതകളെ നോക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് ഗുണമാകത്തക്ക നിലവാരത്തിൽ ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. സ്തോത്രം. കർത്താവ് ഇവിടെ നോക്കിക്കുക, ദൈവം യേശു കർത്താവ് അടുത്ത വന്നപ്പോൾ കർത്താവ് അവിടെ വചനം എഴുതിയിട്ടുണ്ട്, അവന് വല്ലാതെ വിഷം. സ്തോത്രം. ഹാലേലൂയ. എന്നാൽ നമുക്ക് ചിന്തിക്കാം കർത്താവ് ദൈവമാ. ഹാലേലൂയ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ അതൊന്നുമല്ല കർത്താവ് ചെയ്തത്. സ്തോത്രം. യേശുവിന്റെ ഹങ്കറിനെ കുറിച്ച് പറയുന്നു, പക്ഷേ ആ ട്രീയിൽ ഒരൊറ്റ ഫിഗ് അല്ലെങ്കിൽ ഒറ്റ അത്തിപ്പഴം ഉണ്ടായിരുന്നില്ല. അത് സീസൺ അല്ലായിരുന്നു. സ്തോത്രം. പക്ഷെ യേശു അവിടെ റിയാക്ട് ചെയ്തത് നോക്കിക്കേ. സ്തോത്രം. ഫസ്റ്റ് ഓഫ് ഓൾ കർത്താവ് ഡിസപ്പോയിന്റഡ് ആയി, കർത്താവ് അവിടെ നിരാശനായിട്ട് കാണപ്പെടുന്നു. സ്തോത്രം. ഹാലേലൂയ. അതുകൊണ്ട് തന്നെയാണ് താൻ അത്തിവൃക്ഷത്തെ ശപിക്കാൻ ഇടയാക്കിയത്. ഇതിന്റെ അർത്ഥം ഹാലേലൂയ, ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മൾ അക്കൗണ്ടബിൾ ആണ്. ഹാലേലൂയ. സ്തോത്രം. നമ്മുടെ സിറ്റുവേഷൻസോ നമ്മുടെ സാഹചര്യങ്ങൾക്കോ അനുസരിച്ചല്ല നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടത്. സ്തോത്രം. നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. കാരണം നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട്. സ്തോത്രം. എന്നാൽ ആ എക്സ്പെക്ടേഷനെ അതിന്റെ രീതിയിൽ പൂർത്തീകരിക്കാൻ തക്കവണ്ണം നമ്മൾ തയ്യാറായില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ്, അതിന് അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന ഈ അത്യവൃക്ഷത്തിന്റെ ഈ ഒരു ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന. സ്തോത്രം. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഹാലലൂയ അതെപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹാലലൂയ. സ്തോത്രം. അതിന് ദൈവത്തിന്റെ സഹായം നമ്മൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നലെ കാഴ്ച പോലെയല്ല, അല്ലെങ്കിൽ ഇന്നലെ നമുക്കൊന്നും ആകാൻ കർത്താവിന്റെ സന്നി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കർത്താവിന്റെ സന്നി പറയണ കർത്താവേ സ്തോത്രം, അവിടെ നിന്നെ ഗൈഡ് ചെയ്യണ കർത്താവ്, എന്നെ ശക്തീകരിക്കണ കർത്താവ്, കൂടുതൽ ഫലം കായ്ക്കുവാൻ കർത്താവെ. ഹാലലൂയ. ഗലാത്യർ 5:22 പറയുന്നത് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയ വിശ്വസ്ത, പരാപകാരം, സൗമ്യത, ഇങ്ങനെയുള്ള എട്ടുകൂട്ട കാര്യങ്ങളോടെ പറയുന്നുണ്ട്. ഇതൊക്കെയും നമ്മുടെ ലൈഫിൽ ഓരോ സമയങ്ങളിൽ വരേണ്ട സമയങ്ങളിൽ അതിന്റെ സീസൺ അല്ലേ പോലും ഹാലലൂയ അതിനെ പുറപ്പെടുവിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ ഒരു സ്പിരിച്വൽ വ്യക്തി എന്ന് പറയുന്നത്. സ്തോത്രം. സ്വർഗം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഗുണങ്ങളാ. സ്തോത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളാ. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് കഴിയില്ല, കാരണം കഴിയത്തില്ല, കാരണം നമ്മൾ മനുഷ്യരാ. പക്ഷെ ദൈവത്താൽ ഹാലലൂയ സാധ്യതകളെ സാധ്യമാക്കുന്നതിന് ദൈവം നമ്മളിൽ ഉള്ളപ്പോൾ ഇത് നമ്മളെ കൊണ്ട് കഴിയുന്നേ മക്കളെ. കർത്താവ് അതിനുവേണ്ടി നമ്മെ സഹായിക്കും. അങ്ങനെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ബേർ ചെയ്യാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുവാനും സ്തുതിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കണം. ഒരുപക്ഷെ വളരെ പ്രയാസത്തിൽ വന്നിരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കാൻ പോലും മനസ്സില്ലാതെ വണ്ണം ഭാരത്തിൽ നമ്മൾ ആയിരിക്കാം. പക്ഷെ അപ്പോഴും ഹാലലൂയ സ്തുതിപ്പാനൊരു മൈൻഡ് നമുക്കുണ്ടായിരിക്കണം. ഹാലലൂയ. സ്തുതിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ആ സ്തുതിയുടെ ആവശ്യകത എന്തെന്ന് നാം തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മൾ ആ രീതിയിൽ പ്രൊഡക്റ്റീവ് ആകും, നമ്മൾ ആ രീതിയിൽ ഫ്രൂട്ട്ഫുൾ ആകും, നമ്മൾ ആ രീതിയിൽ ഫലം കഴിക്കാൻ ഇടയായിത്തീരും. ഒരു ഹല്ലേലൂയ പറയുമ്പോൾ ആ ഹല്ലേലൂയയുടെ വ്യാപ്തി നമ്മൾ അറിയുന്നുവെങ്കിൽ സ്തോത്ര പ്രതികൂല സമയങ്ങളിലും ഹല്ലേലൂയ എന്ന് പറയാൻ നമുക്ക് കഴിയും. സ്തോത്രം. കർത്താവെ നന്ദി എന്ന് പറയാൻ നമുക്ക് കഴിയും. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം ഹാലലൂയ എവിടെയെങ്കിലുമൊക്കെ നാം നിരാശപ്പെട്ട്
ഹാലലൂയ, എന്റെ ടൈം ആയിട്ടില്ല, ഹാലലൂയ, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവോ, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കേണ്ട സമയങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് നമ്മൾ അതിലേക്ക് മിസ്സാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ സ്തോത്രം, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡിസപ്പോയിന്റ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പകൽക്കാലം കർത്താവിന് നമുക്ക് അതിനെല്ലാം ഒന്ന് കൊടുക്കാം. സ്തോത്രം. കർത്താവ് നമ്മെ അറിയുന്ന ദൈവമേ, നമ്മളെ മുഴുവനായി അറിയുന്ന കർത്താവ്, നമ്മുടെ മുഴുവനായി ഹാലലൂയ നന്നായി കാണുകയും അറിയുകയും ശോധന ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവിന് സ്ഥലം കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെയുള്ള എല്ലാ നിരാശകളും എന്നിൽ നിന്ന് പോകട്ടെ. ഹാലലൂയ, സ്തോത്രം. ഹാലലൂയ, ഇല മാത്രം കാണിച്ച് ഫലത്തെ ഒളിപ്പിച്ചു വെച്ച സ്തോത്രം അത്യവൃക്ഷമായിട്ടല്ല കർത്താവെ, സ്തോത്രം. ഹാലലൂയ, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഹാലലൂയ, സ്തോത്രം. പ്രതികൂലമാണെങ്കിലും സീസൺ അല്ലെങ്കിലും സ്തോത്രം, എന്റെ ടൈം ആയിട്ടില്ലെങ്കിലും കർത്താവെ, അങ്ങയുടെ കൃപയാൽ ഹാലലൂയ, സ്തോത്രം. ഹാലലൂയ, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അതിന് കണക്ക് കൊടുക്കേണ്ടവനാണ്, അല്ലെങ്കിൽ കൊടുക്കേണ്ടവളാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിനായി എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, കർത്താവ് ആ നിലവാരത്തിൽ ഹാലലൂയ, അത്തിവൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുത്തു വരുന്നത് അത്തിയുടെ ഫലമാണ്. സ്തോത്രം. നമ്മളാകുന്ന വൃക്ഷത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മറ്റാർക്കും കാണാത്ത ചില ഫലങ്ങൾ പുറപ്പെടുവിക്കുക നമ്മൾ ഓരോരുത്തരെ കണ്ടിരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ഹാലലൂയ അതിന് തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് ഹാലലൂയ ആ രീതിയിൽ നമ്മെ ഉപയോഗപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. അതിനുള്ള സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും ദൈവമക്കളെ. ഞാനിത് പറയുമ്പോൾ സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുക കേട്ടോ. നിങ്ങൾ എക്സലായ ചില ഏരിയകളുണ്ട്, ഹാലലൂയ, സ്തോത്രം. എന്നാൽ അതിനെ നിങ്ങൾ വേണ്ട വിധം തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം സ്തോത്രം, ഹാലലൂയ, അതിനെ മാറ്റി ഒരു മൂലക്കിട്ടതുപോലെ ഞാൻ ഒരു കഴിവില്ലാത്ത, അല്ലെങ്കിൽ എന്നെ കൊണ്ട് നടക്കത്തില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില മനോഭാവങ്ങൾ ഈ പകൽക്കാലം പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. സ്തോത്രം. ഹാലലൂയ, ചിലവരോട് ഉപദേശിക്കുന്ന രീതിയിൽ, ചില കാര്യങ്ങളെ തിരുത്തുന്ന രീതിയിൽ അതൊരു ഫലം കൊടുക്കല. സ്തോത്രം. ദൈവം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക. റിക്കമന അഥറ ഘടക ശകന റഗൽഖാന റിബലബലബലബ ശംദൽ കൗഡ റഗമനാതുരി ഘടകസി. ഫരിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയും ഈ ദിവസങ്ങളിൽ ഫരിസിസ്റ്ററിനെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ഹാലലൂയ, ദിവസങ്ങളിൽ ഇന്റലക്ച്വൽ ആയിട്ട് നിങ്ങളെക്കാൾ ഉയർന്ന ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ ചില കറക്ഷൻസ് നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉപയോഗിക്കും കേട്ടോ. റിക്കമന അറ്റുരിഘടക ശബ്ദൽ കൗഡ അധികമനാതുരിഘട. മറ്റുള്ളവർ അതിശയം കൂറുമാർ. ഹാലലൂയ, ഹാലലൂയ, ഇവൾക്ക് ഈ കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ഇവൾക്ക് ഈ കഴിവുണ്ടായിരുന്നോ എന്ന് മറ്റുള്ളവർ ചിന്തിക്കത്തക്ക നിലവാരത്തില് പരിശുദ്ധാത്മാവ് ആ ഒരു ലെവലിൽ നിങ്ങൾ ഉപയോഗിക്കുമെന്ന്. ഹാലലൂയ, സ്തോത്രം. ഹാലലൂയ, പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയുക. ഘടക ശബ്ദൽ കൗഡ. ദിവസങ്ങളെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രയോജനപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. ചില തിരുത്തലുകൾ, ചില കറക്ഷൻസ്, ഹാലലൂയ, ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവർ അതിശയം കൂറുമാറ് നിങ്ങളുടെ കണ്ണുകളിൽ കർത്താവ് കാണിച്ചു തന്നിട്ട് അതിന് പറഞ്ഞു കൊടുക്കത്തക്ക നിലവാരത്തിലുള്ള ചില സിറ്റുവേഷൻസ് പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ നൽകി തരും. ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ നിൽക്കുന്നുവെങ്കിൽ ഹാലലൂയ, ഹാലലൂയ, റബ ലബ ശേഖേമന തുരിഘടക ശബ്ദൽ കൗഡവ റബലബലബ ശബ്ദ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുന്നുവെന്ന് മനസ്സിലാക്കി ദിവസങ്ങളിൽ ദൈവസ്ഥനിൽ ഉണരുന്നുവെങ്കിൽ അപ്രകാരം ചില ദൈവ പ്രവർത്തികളെ പരിശുദ്ധാത്മാവ് ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുക. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് മുന്നിൽ കടന്നു വരുമ്പോൾ വളരെ ബുദ്ധിയോടെ അതിനെ നേരിടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക കേട്ടോ. ദൈവസ്ഥനെ ഒരിക്കൽ കൂടി നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവമക്കളെ. കേൾക്കപ്പെട്ട ദൈവ ആലോചനകളുടെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹാലലൂയ, ശക്തമായി നമ്മളെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ചിന്തിക്കുന്നതിന്
അപ്പുറമായിട്ട് ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതികളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ പദ്ധതികളിൽ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തേ. സ്തോത്രം. കർത്താവേ, എവിടെയെങ്കിലും ഇനി ഫലം കായ്ക്കേണ്ട സാഹചര്യങ്ങൾ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനായിട്ട് എന്നെ സഹായിക്കണേ കർത്താവേ, എന്നെ ഉപയോഗിക്കണേ കർത്താവേ. അതൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്നെ ഉപയോഗിക്കണേ കർത്താവേ, സ്തോത്രം. എന്നെ ഉപയോഗിക്കണേ കർത്താവേ, സ്തോത്രം. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവേ, ദിവസങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. അത് നിങ്ങൾ കാണും, മറ്റുള്ളവർ കാണും. ദൈവ മഹത്വത്തിന് ഇത് കാരണമായി തിരുവചനങ്ങളാലും പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരും പകൽക്കാലം അനുഗ്രഹിക്കും.